faida. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ റീൽസൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. GTA ഒരു ഗെയിമിൻ്റെ എന്തോ ഒരു സംഭവത്തിലുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് കൂടുതൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയം തീർക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ അജയ് sid ടെക്വോക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ വേഗം ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നടന്നു വന്നിട്ട് ഏതെങ്കിലും ഒരു പോസിൽ നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോ ആണ് നമുക്കിനി എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കേണ്ട വീഡിയോ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ എഡിറ്റിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് പിക്സാർട്ട് എന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിക്സാർട്ടിൻ്റെ പല വീഡിയോസും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ നമ്മളിവിടെ എടുത്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പോസ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ആയിട്ട് ഈ ഒരു രീതിയിലേക്ക് വരും. അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സാധനം ഓൺ ചെയ്തിട്ട് നമ്മൾ ഫെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 70 ആ ഒരു 69 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എത്ര ഇതിലാണോ ഒരു മിതമായിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിവിടെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇത് ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കട്ട് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പേഴ്സൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നമ്മുടെ ഈ ഒരു ഫോട്ടോൻ്റെ കട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് ഭാഗം ഇവിടെ റീസ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ എറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചധികം ഭാഗങ്ങൾ നമുക്ക് കിട്ടാത്തതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് എറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒരു മിസ്റ്റേക്കും കൂടാതെ തന്നെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മളെ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. ഫിക്സ് ഇറ്റിൽ നമ്മൾ റേഷ്യോ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് തൽക്കാലം എനിക്ക് തമ്പനയിലൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് 16:9 അല്ലേ വേണ്ട, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ നമുക്കിനി അല്ലേ വേണ്ട 16:9 തന്നെ നമുക്ക് കൊടുക്കാം, എന്തെങ്കിലും ആവട്ടെ. ഇനി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അല്ല, നമുക്കിനി ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ നമ്മളിവിടെ റിസെൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിലോ സൈറ്റിലോ എവിടെ വേണമെങ്കിലും കിട്ടുന്നതാണ് ഈ ഒരു GTA-ൻ്റെ ഈ ഒരു ഫോട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയി വെച്ചിട്ട് എന്താണ് നമ്മൾ ഈ ഒരു ഫോട്ടോ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു മറവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്കിവിടെ ഫോട്ടോ എഡിറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട് ഗാലറിയിലേക്ക്. ഇനി നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്കാണ്. അപ്പോൾ നമുക്കിനി ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്തും ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും ഇൻഷോട്ട്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുക്കണം എന്ന് കാണിച്ചു തന്നിരുന്നു. ആ ഒരു വീഡിയോ നമുക്കിവിടെ ജസ്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രിം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ലോ മോഷനിൽ അല്ലെങ്കിൽ നമ്മൾ നടന്നു വരുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്കിനി ആ ഒരു വടി പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. എന്നിട്ട് നമ്മളിവിടെ നമ്മളെ ഈ ഒരു ഫോട്ടോ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ നോക്കിയിട്ട് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പിക്സാർട്ടിൽ സേവ് വെച്ച ഫോട്ടോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മളിവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അവിടെ കാണാം. ഇനി നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ വീഡിയോ ഫയലായിട്ടായിരുന്നു ഇത് എടുത്ത് വീഡിയോ സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ ഓഡിയോ നമുക്ക് അപ്പോൾ നമ്മൾ
അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ടാണ്, ഇങ്ങനെയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ മെത്തേഡിലോ അല്ലെങ്കിൽ വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ അജയ്sid ടെക് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കണ്ടത്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം.